ഞാൻ ആദ്യം കരുതിയത് അതാണ് നയഗ്ര. ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതാണ് നയാഗ്ര. എന്തായാലും കൊള്ളാം, കിടിലം എക്സ്പീരിയൻസ് ആണ്. അടിപൊളി റെയിൻബോ. മഴവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എജ്ജാതി മഴവില്ല റോഡിന്റെ നടുക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അമേരിക്കയിലോട്ടുള്ള വഴി എന്ന് കേട്ടിട്ടില്ലേ? അത് കാണിച്ചു തരാം. കാനഡയിൽ വന്നിട്ട് നയാഗ്ര ഫോൾസ് കാണാണ്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോർഡർ വരെ അങ്ങനെ വന്നേക്കാണ്. അമേരിക്ക കാണുമ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് പുള്ളിന്ന്. എന്തായാലും അമേരിക്കയിൽ നിന്ന് തുപ്പിയത്തരിക്കുന്ന ദൂരത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. അടുത്ത ഒരു സമയത്ത് ഒരു പക്ഷേ അമേരിക്കയിൽ പോവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഗോഡ് ബ്ലെസ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാം. വായോ, കളറൊക്കെ കണ്ടോ? നമ്മുടെ പാൻസിലൊക്കെ ഇപ്പം മഞ്ഞ് പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നയാഗ്രയിലോട്ട് വന്നു. ഒരു കോഫിയൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ഫോൾസിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോൾസിലെത്തിയിട്ട് ഇത് കാണാം. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആൽബർട്ടയിൽ വരുന്നതുകൊണ്ട് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യാനില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. അയ്യോ, നമ്മൾ നടന്നത് ഇവിടെ വരെ എത്തിയിട്ടോ. നല്ല അടിപൊളി കാറ്റും നല്ല അടിപൊളി മിസ്റ്റേക്കാണ് നയാഗ്ര ഫോൾസിൽ നിന്ന് വരുന്നത്. നമ്മൾ ഈ ബാക്കിലേക്ക് ഉള്ളതുണ്ടോ? അക്കരെ എന്ന് പറയുന്നത് അമേരിക്ക കേട്ടോ. അമേരിക്ക അമേരിക്ക അമേരിക്ക. അണ്ടപ്പനോ ദാസപ്പനോ വല്ലതൊക്കെ ഉണ്ട്. എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാനുള്ള ദൂരത്തിലാണ് അമേരിക്ക ഉള്ളത്. അമേരിക്കയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ എത്തി. അതാണ് പാലം, അമേരിക്കയിലുള്ള പാലം. അടിപൊളി അല്ലേ? നയാഗ്രയുടെ ഒരു പവറായി. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ആളുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. നിക്കോള ടെസ്ല, ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ അച്ഛൻ. AC മോട്ടർ കണ്ടുപിടിച്ചേട്ടാ അത്. ഈ ഡ്രോയിങ് ആട്ടാ AC മോട്ടർ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരന്റെ കമ്പനിക്കാരനും കൂടി ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ വെള്ളച്ചാട്ടം പുള്ളി വരച്ച പറയാനുണ്ട്. ഇതാണ് ഡേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ. ഇതാണ് പുള്ളി ഉണ്ടാക്കി കണ്ടുപിടിച്ചത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. ഇതിന്റെ അടിയിൽ വെച്ച് ഈ ലോകം മൊത്തം പവർ ചെയ്യും എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ ചെയ്ത് കാണിച്ചു കേട്ടോ. പുള്ളിയുടെ ലൈഫ് തീരണേന് മുമ്പ് ഒരു കിക്കാസ് കോട്ട് പുള്ളി ഇവിടെ പുള്ളിയുടെ എഴുതി വെച്ചു. The possibilities of willpower and self-control appeal tremendously to my vivid imagination until finally we will and wish to keep identical they are so today. And in this lies the secret of whatever success I have achieved. My imaginings were equivalent to realities. Tesla 1950. എന്താണ് ലെജൻഡ്. അപ്പൊ ടെസ്ലക്ക് ഒരു വായ കൊടുത്തിട്ട് മൂവ് ചെയ്യാണ്. പെഡസ്ട്രിയൻ എൻട്രൻസ് ഈ പാലങ്ങളൊന്നും പോയി കഴിഞ്ഞാൽ അമേരിക്കയാണ്. അതാണ് ബോർഡർ. 17ാം സെഞ്ചുറി തൊട്ട് ഇത് അത്ര വൻ ഫേമസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്ഥലമൊന്നും കൂടി ഒന്ന് അടിപൊളിയായിട്ട് കാണാം. നല്ല മിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ വീഴുന്ന വെള്ളത്തിൽ നിന്നും വരുന്ന കാറ്റിൽ നിന്നും പറക്കുന്ന വെള്ളത്തുള്ളികളെ അടിപൊളി ഫീലാണ്. നല്ലൊരു മീഡിയം റോസ്റ്റ് കോഫിയും പിന്നെ ഒരു വാക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി പീസ്ഫുൾ പ്ലേസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. താഴെ ഇതേ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ബോട്ടിട്ട് ടോക്ക് എങ്ങനെയാണ് സംഭവം അറിയില്ല. ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കാം. സ്കീം നോക്കാം. അതുപോലെ തന്നെ ഇവിടെ കോയിനിട്ട് നോക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് കോയിനൊക്കെ ഇട്ടോ നോക്കിയൊക്കെ എന്താണ് അവസ്ഥ എത്തുമോ എന്ന് നോക്കാം. അടിപൊളി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബോട്ട് റൈഡിനെ കുറിച്ച് അന്വേഷിച്ചിട്ടോ. $35 എങ്ങാണ്ടാണ് വരുന്നത് അതിന്. പിന്നെ ഈ റെയിൻ കോട്ടും മറ്റൊക്കെ അവർ തന്നെ തരും. അപ്പോൾ
നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പോവാം. ഏത് ആൾക്കാർ ഇവിടെ റെയിൻ കോട്ടൊക്കെ ഇട്ടാട്ടോ നടക്കുന്നത്, കാരണം അത്രയും കാറ്റും ഇതൊക്കെ വരുന്നുണ്ടേ. കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിസ്റ്റിന്റെ ഒരു പവർ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. മൊത്തമൊക്കെ അടിക്കുന്നുണ്ട് വെള്ളം, പക്ഷെ ഇതെല്ലാം തള്ളിക്കൊണ്ട് പിന്തള്ളിക്കൊണ്ട് നേരെ അതുകൊണ്ടോ റൂട്ടൊക്കെ അവിടെ വരെ എത്തി. കാലറ്റ് കൊടുത്ത് എന്തായാലും കൊള്ളാം, കിടിലം എക്സ്പീരിയൻസ് ആണ്. നയഗര വരുന്നവര് രാവിലെ ഒന്നും കുളിക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നിട്ട് കുളിക്കാൻ പറ്റുന്നതാണ്. നയഗരയിൽ ഇറങ്ങി കുളിക്കാനല്ല കേട്ടോ, ഇവിടെ നിന്ന് കുളിക്കാനായിട്ട് പറ്റുന്നതാണ്. അത്രയും മഴ പോലെയാണ് കേട്ടോ പോയി പെയ്യുന്നത്. അതാണ് ആ മിസ്റ്റിന്റെ ഒരു പവർ. നമ്മളിതേ ഇവിടെ നിന്ന് തിരിച്ച് പോവാട്ടോ, കാരണം പേടിച്ചിട്ടൊന്നുമല്ല, നനഞ്ഞ് കുളിച്ചു പോയിട്ടോ ഗൈസ്. അതുകൊണ്ടാണ് വീണ്ടും ദേ മഴവില് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടി കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്റെ ഗ്ലാസസിലൊക്കെ മൊത്തം വെള്ളമൊക്കെ നനഞ്ഞ് നമ്മൾ മൊത്തത്തിൽ നനഞ്ഞു കുളിച്ച്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ ഈ റെയിൻ കോട്ടും ഇറ്റൊക്കെ ഇട്ടിട്ട് എന്തിനാ പോകുന്നതെന്ന്. നല്ലൊരു അടിപൊളി മഴ പെയ്യണ പോലെ കേട്ടോ ഇവിടെ ആ വെള്ളം വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്ര വളരെ അധികമാണ് വെള്ളം വരുന്നത്. അപ്പൊ എനിക്ക് സങ്കടമുള്ളത് തോന്നുന്നത്, സിമ്പതി തോന്നുന്നത് ആ ബോട്ടില് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയൊക്കെ ചിന്തിച്ചിട്ടേ, ഏത് കോമഡി. എന്തായാലും മെയിനായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനം കേട്ടായിരുന്നു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞത്, നയാഗ്ര ഫോൾസ്. ഏത് അടുത്തത് അപ്പറേ സൈഡിലാണ്, അമേരിക്കയിൽ. എന്താണെന്നല്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷെ ടൈം എടുക്കും, എന്നാലും ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ മുമ്പിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ